ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിൻ്റെ തോൽവി. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സെഞ്ചുറി കരസ്ഥമാക്കിയ വിരാട് കോഹ്ലിക്കും കന്നി സെഞ്ചുറി അടിച്ച ഋതുരാജ് ഗെയ്ക്വാദിനും ഇതിനെ രക്ഷിക്കാനായില്ല. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാൾ 22, രോഹിത് ശർമ്മ 14, കോഹ്ലി 102, ഋതുരാജ് 105, രാഹുൽ 66, വാഷിംഗ്ടൺ സുന്ദർ 1, ജഡേജ 24 എന്നിങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി സ്കോർ കരസ്ഥമാക്കിയത്. ഇന്ത്യ 50 ഓവറിൽ 5 വിക്കറ്റിന് 358 റണ്ണാണ് എടുത്തത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്ക 49.2 ഓവറിൽ 362 റണ്ണിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ ആണ് അവർ മറികടന്നത്. ഇന്ത്യൻ സ്കോർ മറികടന്നത് 4 വിക്കറ്റിനാണ് അവർ വിക്കറ്റ് വിജയം കരസ്ഥമാക്കിയത്. 110 റൺസ് മർക്രം എടുത്തിരുന്നു. അവരുടെ ക്യാപ്റ്റൻ 46 റൺസും അവസാനം വന്ന ബൗച്ചർ 29 റൺസ് എന്നിങ്ങനെ നല്ല പ്രകടനം. ഇന്ത്യയുടെ ബൗളർമാർ വെറും മോശം പ്രകടനമാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇനി എത്ര 500 റൺസ് അടിച്ചാൽ പോലും മറ്റൊരു ടീം തിരിച്ചടിച്ച് ഇന്ത്യനെ തോൽപ്പിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഈ വാഷിംഗ്ടൺ സുന്ദർ എന്തിനാണ് ടീമിൽ ഇങ്ങനെ വരുന്നത്? ടെസ്റ്റ് ടീമിലാണെങ്കിലും ഏകദിന ടീമിലാണെങ്കിലും എങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒന്നെങ്കിലും ഒരു നല്ല ബൗളർ ആയിരിക്കണം, സ്ട്രൈക്ക് ബൗളർ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ബാറ്റ്സ്മാൻ ആയിരിക്കണം. ഇത് രണ്ടുമില്ല. ഞാൻ ബോളിംഗ് ചെയ്യും വേണേ ബാറ്റിംഗ് ചെയ്യും വേണേ എന്നുള്ള ഒരു ഇതിലാണ് അവനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗംഭീർ കൊണ്ടുപോയി ഈ ടീമിനെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കുന്നത് യാതൊരു സംശയവും വേണ്ട. അതേപോലെ തന്നെ ജഡേജയാണ്. സുന്ദറാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ 3-4 ഓവറും ഈ കളിയിൽ 3 ഓവർ അങ്ങനെ കണ്ടേ ചെയ്തിട്ടുള്ളൂ. 2 കളിയിലും കൂടെ എന്തിനാണ് എൻ്റെ ടീമിൽ നിർത്തിയേക്കുന്നത്? അതിന് പകരം വരുൺ ചക്രവർത്തിന് 10 ഓവർ ചെയ്യാൻ പറ്റുന്ന ആളെയൊക്കെ കളിപ്പിച്ചൂടെ? അതല്ലേ വേണ്ടത്. ജഡേജയും ബൗളറായിട്ടാണ് ടീമിൽ. എന്നിട്ടും ജഡേജ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഇവരുടെ വ്യക്തി താല്പര്യവും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ബുംറയെ പോലുള്ളവർ നല്ല സ്ട്രൈക്ക് ഫാസ്റ്റ് ബോളേഴ്സിനെയും നല്ല സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെയും ടീമിൽ ഉൾപ്പെടുത്തി അവർ ടീമിനെ നല്ല രീതിയിൽ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഇന്ത്യൻ ടീമിനെ നശിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കും. സെലക്ടറും കോച്ചും ക്യാപ്റ്റനും എല്ലാം കൂടി നശിപ്പിക്കാണ്ടിരുന്നെങ്കിൽ നന്നായി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.